അഭിരാമത്തിലേക്ക് കാശിയും മറ്റും എത്തും മുമ്പ് തന്നെ സോണി എത്തിച്ചേർന്നിരുന്നു. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു സോണി? ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നോ? സോണി വീട്ടിനുള്ളിലേക്ക് കയറിയതും ദേവകി ചോദിച്ചു. കല്യാണമൊക്കെ ഗംഭീരമായിരുന്നു. ആളുകളെല്ലാം കൂടെ 10-100 പേരുണ്ടായിരുന്നു. അപ്പുവിന്റെ അച്ഛൻ വീട്ടുകാരായിരുന്നു ഏറ്റവും കൂടുതൽ. അവർക്ക് അവളോടും കാശിയേട്ടനോടും അരുന്ധതി അമ്മയോടും ഒക്കെയുള്ള സ്നേഹം കാണേണ്ടത് തന്നെയായിരുന്നു. ദേവകിയെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നന്നായിരിക്കട്ടെ. ഇനിയെങ്കിലും അവൾ അരുന്ധതി സന്തോഷത്തോടെ ജീവിക്കട്ടെ. ചാരുകസേരയിൽ ചാഞ്ഞു കിടന്ന് നെഞ്ചു തടവിക്കൊണ്ട് ജഗന്നാഥൻ പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിക്കും അച്ചച്ച. ആ മനുഷ്യന്റെ എത്രയോ കാലത്തെ പ്രണയമാണ് ആ അമ്മ അങ്ങനെ കാത്തിരുന്ന് നേടിയെടുത്ത ഒരാളെ വേദനിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒന്നും മിണ്ടാതെ സങ്കടം നിറഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന ദേവകിയെ ഒന്ന് നോക്കിയിട്ട് ജഗന്നാഥനോട് അവൾ പറഞ്ഞു. എന്ത് പറഞ്ഞാലും ഇനി അരുന്ധതി നമ്മുടെ ആരുമല്ലാതെ ആയില്ലേ? അതൊരു വേദന തന്നെയാണ്. അതെങ്ങനെ വേദനയാകും അമ്മമ്മേ? അമ്മാവി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയാതെ ഒന്ന് അന്വേഷിച്ച് അറിയാൻ പോലും ശ്രമിക്കാതെ അമ്മാവനെ കൊണ്ട് ആ പിശാചിനെ കെട്ടിച്ചപ്പോഴോ അവർ രണ്ടാളും സന്തോഷമായിട്ട് ജീവിച്ചപ്പോഴോ അവർക്ക് ഒരു മകൻ ഉണ്ടായപ്പോഴും അമ്മമ്മയ്ക്ക് ഈ പറഞ്ഞ സങ്കടമൊന്നും തോന്നിയില്ലേ? ദേവകി പറയുന്നത് കേട്ടുകൊണ്ട് ഐഷുമ്മയുടെ കൈയും പിടിച്ച് വീട്ടിനുള്ളിലേക്ക് കയറി വന്ന അപ്പു അവരോട് ദേഷ്യത്തോടെ തിരക്കി. അത് പിന്നെ മോളെ, അങ്ങനെയല്ല അമ്മമ്മ പറഞ്ഞത്. അമ്മമ്മ ഇനി ഒന്നും പറയണ്ട. അമ്മായി ഇനിയെങ്കിലും ജീവിച്ചോട്ടെ. അപ്പു അല്പം രോഷത്തോടെ തന്നെ പറഞ്ഞു. അമ്മമ്മ ഇങ്ങോട്ട് ഇരിക്കുക കേട്ടോ. സോണി പെട്ടെന്ന് മറ്റൊരു കസേര നീക്കിയിട്ടുകൊണ്ട് ഐഷുമ്മയോട് പറഞ്ഞു. ജഗന്നാഥനെയും ദേവകിയെയും നോക്കി ഒന്ന് മൂളിക്കൊണ്ട് അവർ ആ കസേരയിൽ അമർന്നിരുന്നു. ആരുടെ കൂടെയാണ് അപ്പു വന്നത്? കാറിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. സോണി പുഞ്ചിരിയോടെ അപ്പുവിനോട് തിരക്കി. എല്ലാവരും ഉണ്ട് ചേച്ചി. കാറുകളൊക്കെ റോഡിലിട്ടിട്ടാണ് വന്നത്. എല്ലാം കൂടെ മുറ്റത്തിടാനുള്ള സൗകര്യമില്ലല്ലോ. അപ്പുവും സൗഹൃദത്തോടെ തന്നെ സോണിയോട് പറഞ്ഞു. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ഇത് ആരാണെന്ന് മനസ്സിലായോ? എൻ്റെ അച്ചയുടെ അമ്മയാണ്. പറഞ്ഞുകൊണ്ട് അപ്പു അവരുടെ കണ്ണുകളിലെ പിടപ്പിലേക്ക് ഉറ്റുനോക്കി. അമീറിന്റെ അമ്മയാണോ? മനസ്സിൽ ഓർത്തുകൊണ്ട് ജഗന്നാഥൻ വല്ലായ്മയോടെ അവരെ നോക്കി. അച്ഛൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളുടെ മകൾ വൈദേഹിയുടെ ഭർത്താവായിരുന്ന ഈ നിൽക്കുന്ന അർപ്പിതയുടെ വാപ്പിയായ അമീർ അലിയുടെ ഉമ്മയാണ് ഞാൻ. ദാ ഇത് അവൻ്റെ ഉപ്പയും. തനിക്ക് പിന്നിൽ വന്നു നിന്ന അബൂബക്കറിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആയിഷുമ്മ പറഞ്ഞു. മനസ്സിലായി, ഇരിക്കെ. ജഗന്നാഥൻ മങ്ങിയ മുഖത്തോടെ പറഞ്ഞു. അമ്മയും അച്ഛനും നിന്റെ അമ്മയും അച്ഛനെയും ഒന്ന് കാണാൻ വന്നതാണ് ആദി. അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിലും അച്ഛനെ ആരും കണ്ടിട്ടില്ലല്ലോ. അരുന്ധതിയെയും സേതുവിനെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. മോനെ, അത് വേണോ? അവനിപ്പോ ദേവകി. അവരത് കാശിയോട് ചോദിച്ചു തീരും മുമ്പ് ജഗന്നാഥൻ ഒരു താക്കീതോടെ വിളിച്ചു. ദേവകി പിന്നെ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്ന് കളഞ്ഞു. നിങ്ങൾ ചെല്ലു മക്കളെ, പോയി അവരെ കണ്ടിട്ട് വാ. സേതുവിനോടും അരുന്ധതിയോടും പറഞ്ഞിട്ട് കാശിയെ അവന്റെ മുഖത്തെ നിറഞ്ഞ സന്തോഷത്തിലേക്ക് ഒന്ന് നോക്കി അയാൾ. കാശി അയാൾ പറഞ്ഞതിന് ഒന്ന് മൂളിക്കൊണ്ട് അവരെയും കൂട്ടി അനന്തനും ഹേമയും കിടക്കുന്ന മുറിയിലേക്ക് പോകുമ്പോൾ പിന്നാലെ അപ്പുവും ആദിയും സോണിയും ഉണ്ടായിരുന്നു. ചാരിക്കിടന്ന വാതിൽ തുറന്ന് അവരൊക്കെ മുറിക്കകത്തേക്ക് കയറി വന്നത് അനന്തൻ മുന്നിലെ കാഴ്ച കാണാൻ വരുന്നത് പോലെ കണ്ണുകൾ മുറുകെ അടച്ചു കളഞ്ഞു. എങ്കിൽ അരുന്ധതിയുടെ ചിരിതൂക്കിയ മുഖവും അവളെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന സേതുവിനെയും കാണെ ഹേമയിൽ ഒരു നടുക്കമുണ്ടായി. ഇന്ന് ഇവരുടെ വിവാഹമാണെന്നും ഇങ്ങോട്ട് കാശി ഇവരെ കൊണ്ടുവരുമെന്നുമൊക്കെ പറഞ്ഞുവെങ്കിലും ഇത്രയും പെട്ടെന്ന് അവരത് പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നി അവരുടെ വെപ്രാളത്തിൽ നിന്ന്. എന്തിനാ നീയൊക്കെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നത്? ഇത് ഞാനും എൻ്റെ ഭർത്താവും കിടക്കുന്ന മുറിയാണ്. ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റില്ല. അരുന്ധതിയുടെ സീമന്തരേഖയിലെ സിന്ദൂരവും കരുത്തിലെ താലിയും അവരുടെ തോളിൽ കൈചുറ്റി പിടിച്ച് അവരെ തന്നിലേക്ക് അണച്ചു പിടിച്ചു നിൽക്കുന്ന സേതുവിനെയും കാണെ അവരുടെ സകല നിയന്ത്രണവും വിട്ടുകളഞ്ഞിരുന്നു. അതെ ഹേമ മാഡം, ഒരു കാര്യം മറന്നുപോയോ? ഈ വീട്ടിൽ ഏത് റൂമിലും കയറി ഇറങ്ങാൻ എൻ്റെ അമ്മയ്ക്ക് അധികാരമുണ്ട്. ഇപ്പോഴും ഈ കിടക്കുന്ന അനന്തമേനോന്റെയും എൻ്റെ അമ്മ അരുന്ധതിയുടെയും പേരിലാണ് ഈ വീടെന്ന് കാശി അടങ്ങാത്ത വെറുപ്പോടെ അവരെ നോക്കി പറഞ്ഞു. പിന്നെ നീ കിടന്ന് വായിട്ടലച്ച് എന്നും പറഞ്ഞ് നിന്റെ അമ്മയ്ക്ക് അതങ്ങ് വിട്ടുതരാൻ പോവുകയല്ലേ? ഈ വീട് ഇതെൻ്റെ ഭർത്താവിൻ്റെ പണം കൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ്. അന്ന് ഭാര്യ എന്നും പറഞ്ഞ് കൂടെ ഉണ്ടായതുകൊണ്ട് ഇവരുടെ പേര് വന്നു. അല്ലാതെ ഇവളെപ്പോലെ ഒരു പിഴച്ചവൾക്ക് ഈ വീട്ടിൽ എന്ത് അവകാശമുണ്ടാകും? പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു. അതെ, നിങ്ങൾ കുറേ കാലമായിട്ട് എൻ്റെ അമ്മായിയൊക്കെ പിഴച്ചവൾ എന്ന് പറയുന്നുണ്ട്. എന്നെ പിഴച്ചുണ്ടായ സന്തതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആ പേരിൻ്റെ യോഗ്യത നിങ്ങൾക്കാണ്. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ ആഗ്രഹിച്ചു ആ സ്ത്രീയെ ദ്രോഹിക്കുന്നവന്റെ അങ്ങേയറ്റം ദ്രോഹിച്ചു. അവരുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച നിങ്ങൾക്കാണ് ആ പേര് കൂടുതൽ ചേരുക. നിങ്ങൾ സ്വയം വിളിക്കണം പിഴച്ചവളെന്ന്, നാണമില്ലാത്ത സ്ത്രീയെ. ഹേമയുടെ മുഖത്തടിക്കാൻ അവർക്ക് നേരെ കുതിച്ച കാശിയെ വട്ടം പിടിച്ചുകൊണ്ട് കഠിനമായ ദേഷ്യത്തിൽ അപ്പു പറഞ്ഞു. നീ ആരാടി ഇതൊക്കെ ചോദിക്കാൻ? കിടന്ന കിടപ്പിലാണെങ്കിലും അപ്പുവിനെ നോക്കി പുച്ഛത്തോടെ
ചോദിച്ചു ഹേമ. ഹേമയുടെ വർത്തമാനം കേൾക്കെ അനന്തനാവട്ടെ ഒന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് തീവ്രമായി ആഗ്രഹിച്ച നിമിഷം കൂടെയായിരുന്നു അത്. ഞാനോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കറിയില്ലെങ്കിൽ ദേ ഈ കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനോടും നിങ്ങളുടെ എല്ലാ തെണ്ടിത്തരത്തിനും ഈ തറവാട്ടിൽ നിങ്ങൾക്ക് കൂട്ടുനിന്ന നിങ്ങളുടെ ആ വിനയ കൊച്ചമ്മയോടും അവരുടെ ഭർത്താവിനോടും ചോദിക്കും ഞാൻ ആരാണെന്ന്, എനിക്ക് ആരൊക്കെ ഉണ്ടെന്നും. ഇതൊക്കെ അവർക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്നും. അല്ല, അവരിപ്പോൾ മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഒളിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നാടും വീടും വിട്ട് ഓടിയത്. എന്തിനാ ഞാൻ കൂടുതൽ പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരും ചെയ്തതിനൊക്കെ കിട്ടിയല്ലോ വയറ് നിറച്ച്. ഇനിയെങ്കിലും ഒരു പൊടിക്ക് അടങ്ങിയാൽ കൊള്ളാം. അപ്പു വെറുപ്പോടെ അറപ്പോടെ പറഞ്ഞു. നീ എന്നെ വിടപ്പു. അവളുടെ ഇമാതിരി വർത്തമാനത്തിന് പല്ലടിച്ചു കൊഴിക്കുകയാണ് വേണ്ടത്. അപ്പുവിന്റെ പിടിയിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് കാശി പറഞ്ഞ നിമിഷം കിടന്ന കിടപ്പിൽ അനന്തന്റെ അല്പം ബലമുള്ള വയലുകാൽ ഉയർന്നതും നിലത്ത് തെറിച്ചു വീണ ഹേമയുടെ നിലവിളിയും മാത്രമേ പിന്നീട് അവിടെ കേട്ടുള്ളൂ. ഹേമ നിലത്ത് കിടന്ന് അലറിവിരിക്കുന്നത് കണ്ട് സഹികെട്ട് സോണി ആംബുലൻസ് വിളിച്ചു വരുത്തി അവരെ ആശുപത്രിയിൽ എത്തിച്ചു. കണ്ടുനിന്ന ആർക്കും അവരുടെ അവസ്ഥ കണ്ട് യാതൊരു മനസ്സിലും തോന്നിയതേയില്ല. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്നറിഞ്ഞിട്ടാണ് എല്ലാവരും അവിടുന്ന് തിരികെ പോകുന്നത്. പോരും വഴി അരുന്ധതിയെ സേതുവിനൊപ്പം പുതുതായി അയാൾ വാങ്ങിയ വീട്ടിലാക്കി രാത്രി അവിടുന്ന് ഭക്ഷണവും കഴിച്ച ശേഷമാണ് എല്ലാവരും പിരിഞ്ഞത്. ഐഷുമ്മയും അബൂബക്കറും ഇന്ന് അപ്പുവിൻ്റെ ഒപ്പമാണ്. എന്നാലും ആ ഹേമ, അവർ എന്തൊരു സ്ത്രീയാണ്! ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും അവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്നാണ് താടിയിൽ കൈ താങ്ങിയിരുന്ന ഐഷുമ്മ പറഞ്ഞു. ഇതെന്തായി എൻ്റെ ഐഷുമ്മയെ കണ്ടതും അറിഞ്ഞതും? പണ്ട് എന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കൈ വാക്കിന് കിട്ടിയ നുള്ളും പിച്ചും അതുപോലെ വായിൽ വരുന്നതൊക്കെ എന്നെയും എൻ്റെ അമ്മയെയും ചീത്ത പറയും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടും എന്നെ ഉന്തിയിട്ട് മുറിവാക്കിയിട്ടുണ്ട് അല്ലേ കാശിയേട്ടാ? ഐഷുമ്മച്ചിയുടെ മടിയിൽ തലയും സെറ്റിയുടെ ഹാൻഡ് റെസ്റ്റിൽ കാലും വെച്ച് കിടന്ന് നിർത്താതെ അവരോട് പരാതി പറയുന്നവളെ കണ്ണും വയ്ക്കാതെ നോക്കിയിരുന്ന കാശിയോട് പെണ്ണ് തിരക്കി. ഈ കാശിയേട്ടൻ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ കാശിയേട്ടാ? അപ്പു സ്വല്പം ഒച്ചയിൽ തിരക്കി. എന്താ എൻ്റെ അപ്പൂട്ടൻ ചോദിച്ചേ? ആലോചനയോടെ അതിലേറെ അവളോടുള്ള വാത്സല്യത്തോടെ കാശി തിരികെ ചോദിച്ചു. ആ ഹേമ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടും എന്നെ ഉപദ്രവിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചതാ. അപ്പോഴേക്കും സ്വപ്നം കാണാൻ പോയോ? അവൻ്റെ ഇരിപ്പും ചോദ്യവും കേട്ട പെണ്ണ് പറഞ്ഞിട്ട് കെറുവോടെ അവനെ നോക്കി. അതൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ? ഐഷുമ്മയുടെയും അബൂബക്കറിൻ്റെയും മങ്ങിപ്പോയ മുഖം കാണെ കാശി പറഞ്ഞു. ഇനി അതൊന്നും എൻ്റെ കുഞ്ഞ് ഓർക്കേണ്ട കേട്ടോ. പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചു പിടയുന്നുണ്ട്. ഐഷുമ്മച്ചിയുടെ കുഞ്ഞ് മനസ്സും ദേഹവും വേദനിച്ച് കരഞ്ഞപ്പോഴൊക്കെ നിന്റെ അമ്മയുടെയും വാപ്പയുടെയും ആത്മാവ് കൂടെ കരഞ്ഞിരിക്കും. ഇനി ഒന്നും ഓർത്ത് ഉമ്മച്ചിയുടെ കുഞ്ഞ് കരയരുത് കേട്ടോ. അവളുടെ തലയിൽ തലോടിയും കവിളിൽ ഉമ്മ വെച്ചുമൊക്കെ അവർ പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഞാൻ കാണാൻ ഐഷുമ്മച്ചിയെ പോലെ അമ്മുച്ചേച്ചിയെ പോലെയൊക്കെ അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ കണ്ടാൽ പോലും തിരിച്ചറിയില്ലായിരുന്നു അല്ലേ ഉമ്മച്ചി? അവരുടെ ചുളിവ് വീണ കവിളിൽ മെല്ലെ ഒന്ന് പിടിച്ചുവിട്ടുകൊണ്ട് അപ്പോ ചോദിച്ചു. അപ്പോ, നീ എന്നിലേക്ക് വന്നു ചേർന്നത് ഒരു നിയോഗമാണ് എന്ന് എപ്പോഴും ഞാൻ പറയില്ലേ? അതുപോലെ നിന്റെ പ്രിയപ്പെട്ടവരെ കണ്ടെത്തും എന്നതും ഒരു നിയോഗമാണിടാ. അത് എപ്പോഴായാലും എങ്ങനെയായാലും സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വേദനിപ്പിക്കാതെ സന്തോഷമുള്ള കാര്യങ്ങൾ പറയാൻ നോക്ക്. ഐഷുമ്മയുടെയും അബൂബക്കറിൻ്റെയും വിഷമം കാണെ കാശി പെണ്ണിനെ നോക്കി കണ്ണൂരിട്ടിക്കൊണ്ട് പറഞ്ഞു. അതാണ് എൻ്റെ മോള്. ഇനി കഴിഞ്ഞ കാലത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ മറന്നു കളയണം. അവളെ തഴുകി തലോടി പറയുമ്പോൾ അതൊക്കെ അതിൻ്റെ തീവ്രതയിൽ അനുഭവിച്ചവൾക്ക് അതൊന്നും അത്ര എളുപ്പമല്ല എന്ന് അവർക്കും അറിയാമായിരുന്നു. എൻ്റെ അപ്പൂസേ, ഇന്നെന്താ നേരത്തെ എഴുന്നേറ്റ് പോകുന്നത്? കടലക്കറിക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കുന്നവളെ കണ്ടുകൊണ്ട് അടുക്കളയിലേക്ക് കയറി വന്ന കാശി തിരക്കി. ഐഷുമ്മച്ചിയും ഉപ്പുപ്പോയും ഒക്കെ ഉള്ളതല്ലേ കാശിയേട്ടാ? രാവിലെ മരുന്ന് കഴിക്കും മുമ്പ് ഫുഡ് കഴിക്കണ്ടേ? അവൻ ഒരു ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പു ചോദിച്ചു. എന്നെ കൂടി വിളിക്കാമായിരുന്നില്ലേ അപ്പു? ഇത് ഞാൻ പിഴിഞ്ഞു തരില്ലായിരുന്നോ? കൈ നീട്ടിക്കേ നോക്കട്ടെ. ഇഡലി തട്ടിൽ ഇടിയപ്പത്തിന് പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ചോദിച്ചുകൊണ്ട് കാശി അപ്പുവിൻ്റെ ചുവന്നുപോയ കൈവെള്ളയിലേക്ക് നോക്കി. എന്നാലേ അടുത്ത സ്റ്റെപ്പ് കാശിയേട്ടൻ പിഴിഞ്ഞു തന്നാൽ മതി. കാശിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖമണച്ചു നിന്നുകൊണ്ട് അപ്പു പറഞ്ഞു. അതിനെന്താ, കാശിയേട്ടൻ ചെയ്തു തരാമല്ലോ എൻ്റെ കള്ളിപ്പൂച്ചെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു നിന്നു കാശി. രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അമ്മയുടെ അടുത്ത് പോവാട്ടോ അപ്പോ. മനുവും അങ്കിളും ഒക്കെ വരുന്നുണ്ട്. അപ്പുവിനെ പൊക്കിയെടുത്ത് സ്ലാവിന് മേലേക്ക് ഇരുത്തിയിട്ട് മാവ് കയ്യിലെടുത്തുകൊണ്ട് കാശി പറഞ്ഞു. എല്ലാവർക്കും കൂടെ പോവാനൊന്നും പറ്റൂല. അമ്മു ചേച്ചി ഇപ്പോൾ വരും. ഐഷുമ്മച്ചിയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ. ഞാൻ പറഞ്ഞതാ പോകണ്ട, കുറച്ചു ദിവസം കൂടെ നിൽക്കാം. പക്ഷെ കേൾക്കുന്നില്ല. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. അപ്പു വാടിയ മുഖത്തോടെ പറഞ്ഞു. എന്നോടും പറഞ്ഞു അവിടെ പള്ളിയിൽ എന്തോ ആവശ്യമുണ്ടെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് പോയി ഒരാഴ്ച നിൽക്കാം. ഇനി അതോർത്ത് ഈ മുഖം ഇങ്ങനെ വാടണ്ട. അവളുടെ കവിളിൽ പിടിച്ചൊന്ന് ഉലച്ചുകൊണ്ട് കാശി പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തെളിച്ചമില്ലാതെ ഒന്നും മൂളി. അരുന്ധതിയുടെ വീട്ടിൽ നിന്ന് മടങ്ങും വഴി അമലിൻ്റെ വീട്ടിൽ കയറിയതാണ് അപ്പുവും കാശിയും.
അപ്പുവിനെ കിട്ടിയ പാടെ അവളെയും വിളിച്ച് റൂമിൽ കയറി. ഡി അച്ചു, എന്താടി പെണ്ണെ, നിനക്ക് ഉമേച്ചിയൊക്കെ എന്ത് കരുതും നമ്മളിവിടെ വന്നിരുന്നാ? അച്ചുവിൻ്റെ കവളിൽ ഒരു കുത്തു വെച്ച് കൊടുത്തിട്ട് അപ്പു തിരക്കി. ആരും ഒന്നും കരുതില്ല. എനിക്ക് നിന്നോട് ചിലതൊക്കെ ചോദിക്കാനുണ്ടടി. അച്ചു കടുത്ത മുഖത്തോടെ അപ്പുവിനെ നോക്കി. എന്ത് ചോദിക്കാൻ? എന്തായാലും ചോദിക്ക്. എന്തോ ഉടായ്പ ചോദ്യമാണ് എന്ന് മനസ്സിലായ അപ്പു പറഞ്ഞിട്ട് അവളെ നോക്കി താടിയിൽ കൈയും കൊടുത്തിരുന്നു. നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നോട് ഈ ചതി ചെയ്യില്ലായിരുന്നു. ഒരു വാക്ക് എന്നോട് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോടി ദുഷ്ടേ? അച്ചു ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞു. നീ കാര്യം പറയടി. ചുമ്മാ തുള്ളിക്കളിച്ച് മനുഷ്യനെ ടെൻഷനാക്കാതെ. അപ്പു തുള്ളിക്കൊണ്ട് നിന്ന് അവളെ പിടിച്ച് ബെഡിലിരുത്തിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ അപ്പൂസേ. അച്ചു ഒരു കള്ളനോട്ടത്തോടെ നഖം കടിച്ചുകൊണ്ട് അപ്പുവിനെ നോക്കി. നിന്ന് താളം ചവിട്ടാതെ കാര്യം പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊളിക്കും. അച്ചുവിൻ്റെ കണ്ണിന് നേരെ വിരൽ ചൂണ്ടി ഭീഷണി മുഴക്കി അപ്പു. എടി, അത് ഈ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള, അതായത് ഈ ഫസ്റ്റ് നൈറ്റിലെ ഇടപാടില്ലേ? പകുതിയിൽ നിർത്തിയിട്ട് അച്ചു ഒരു ചമ്മലോടെ അപ്പുവിനെ നോക്കി. അതെന്ത് ഇടപാട്? കാര്യം മനസ്സിലായ അപ്പു ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അച്ചുവിനെ നോക്കി. ഓ, നിനക്കൊന്നും അറിയാത്തതുപോലെ. എടി, ഈ മറ്റേ കാര്യം, അത് ഇത്രയും വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ആണെന്ന് നിനക്ക് എൻ്റെ കല്യാണത്തിന് മുൻപ് പറയാമായിരുന്നില്ലേ അപ്പു? ഇതിപ്പോൾ 3-4 ദിവസമായിട്ട് എനിക്ക് ആകെയുള്ള ഒരു അസ്വസ്ഥതയാണ് എൻ്റെ അപ്പൂസേ. ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ വേണ്ട എന്ന് തോന്നുവാണ്. കാര്യം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ 3 വിരലിലെ നഖവും തിന്നു തീർത്ത അച്ചു താൻ ചോദിച്ചതിൻ്റെ മറുപടി അറിയാൻ മുഖമുയർത്തി അപ്പുവിനെ നോക്കി. തന്നെ നോക്കി കണ്ണും ഒഴിപ്പിച്ചിരിക്കുന്ന അപ്പുവിനെ കാണെ പല്ല് 32 കാണിച്ച് ഒന്ന് എളിച്ചു അച്ചു. എൻ്റെ അച്ചു, ഇതൊക്കെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നീ അത് തന്നെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട പെണ്ണെ. അവളോട് അതിൽ കൂടുതൽ എന്ത് പറയണമെന്ന് അറിയാതെ അപ്പുവും ചമ്മി ഒരു ചിരിച്ചു കളഞ്ഞു. അപ്പോൾ നിനക്കും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൂസേ? അച്ചു അവൾക്കരികിലേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്നു കൊണ്ട് തിരക്കി. അപ്പു നാണം കൊണ്ട് ചുവന്നുപോയ മുഖത്തോടെ മൂളി. ഓ, എനിക്കിപ്പോഴാടി ഒരു സമാധാനം വന്നത്, പറഞ്ഞിട്ട് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് അച്ചു. എനിക്ക് വേദനിച്ചു എന്ന് പറയുന്നത് നിനക്ക് ആശ്വാസമാണ് അല്ലേടി? അച്ചുവിൻ്റെ കയ്യിൽ വേദനിപ്പിക്കാതെ ഒന്ന് പിച്ചി അപ്പു. അങ്ങനെയല്ലടി, ഞാൻ കരുതി ഈ അഭിയേട്ടൻ ആക്രാന്തം കാണിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് ഈ പെയിനും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടായത് എന്ന്. അപ്പുവിനെ വലിച്ച് ബെഡിലേക്ക് ഇട്ട് ചുറ്റിപ്പിടിച്ച് കിടന്നുകൊണ്ട് അച്ചു പറയുമ്പോൾ ഈ പെണ്ണ് പറയുന്നതൊക്കെ ആരെങ്കിലും കേട്ടാലോ എന്നോർത്ത് അച്ചുവിൻ്റെ വായ പൊത്തിപ്പിടിച്ചു പോയി അപ്പു. എന്താ കാശിയേട്ടാ ഭയങ്കര ആലോചന? അമലേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാണ്. എന്താണെന്ന് പറയ് കാശിയേട്ടാ. വീട്ടിലെത്തി ഫ്രഷായി കിടക്കാൻ വരുമ്പോഴും ബെഡിൽ ആലോചനയോടെ കിടക്കുന്നവനോട് അപ്പു തിരക്കി. ഒന്നുമില്ല എൻ്റെ അപ്പു, ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കിടന്നതാണ്. അടുത്ത് വന്ന് കിടക്കുന്നവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് കാശി പറഞ്ഞു. ഒന്നുമില്ലെന്ന് പറയണ്ട, ഈ മുഖം കണ്ടാൽ എനിക്കറിയാം എന്തോ കാര്യമായിട്ടുണ്ടെന്ന്. കാശിയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്ന് അവൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചു അപ്പു പറഞ്ഞു. അപ്പു, അമലിൻ്റെ കൂടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ദീപനെ നിനക്കറിയുമോ? പണ്ട് കുഞ്ഞിലെ നിന്നെ ദീപൻ്റെ അമ്മ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചോദിച്ചുകൊണ്ട് തന്നെ അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു കാശി. ആ മാർക്കറ്റിനടുത്ത് താമസിക്കുന്ന ടീച്ചറമ്മയുടെ മകനല്ലേ? എനിക്കറിയാലോ. എന്തേ? അപ്പു അവൻ്റെ നെഞ്ചിൽ താടി കുത്തിക്കിടന്ന് മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആ, അത് തന്നെ, കാശി മെല്ലെ പറഞ്ഞു. അവർക്കിപ്പോൾ എന്താ? ടീച്ചറമ്മ മരിച്ചപ്പോൾ ഞാൻ പോയിരുന്നു, അപ്പു ആലോചനയോടെ പറഞ്ഞു. ആ ദീപനും അവൻ്റെ ഭാര്യയും കൂടെ ആ കുട്ടിയുടെ അനിയത്തിയെ കാണാൻ ബാംഗ്ലൂർക്ക് പോയതായിരുന്നു എന്ന്. അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് ചെറിയച്ചവും കുടുംബവും താമസിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ തമ്മിൽ കണ്ടോ? സംസാരിച്ചോ? കാശി പറഞ്ഞു തീരുന്ന മുമ്പ് ആകാംക്ഷയോടെ അപ്പു തിരക്കി. ചെറിയച്ചനെ കണ്ടതുകൊണ്ട് അവർ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു എന്ന്. ആദ്യം ചെറിയമ്മ അവരെ ഒഴിവാക്കാൻ നോക്കിയെന്ന്. പിന്നെ ദീപൻ്റെ അവിടുത്തെ ബന്ധുക്കളോട് ഒന്നും പറയരുത് എന്ന് അപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ മിച്ചുവിൻ്റെ മാനസിക നില ആകെ വഷളാണ് എന്നാണ് ദീപം പറഞ്ഞത്. ഒരു ദീർഘനിശ്വാസത്തോടെ കാശി പറഞ്ഞു. മിച്ചേച്ചി ഈ വിധി ചോദിച്ചു വാങ്ങിയതാണ് കാശിയേട്ടാ. മിച്ചേച്ചി മാത്രമല്ല, അമ്മായിയും. ആ പെണ്ണില്ലേ വിനീത, അവളോട് അമ്മായിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരുപക്ഷെ മിച്ചേച്ചിയേക്കാൾ അമ്മായി കൂടുതൽ സ്നേഹിച്ചതും ആ വിനീതയാണ്. അപ്പു അവരോടൊക്കെയുള്ള രോഷത്തോടെ തന്നെ പറഞ്ഞു. എന്തൊക്കെയായാലും മിച്ചുവിൻ്റെ അവസ്ഥ ഓർത്ത് എനിക്ക് വേദന തോന്നുന്നുണ്ട് അപ്പു. അച്ഛനമ്മമാർ ചെയ്യുന്ന പാവത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് മക്കളാണെന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. അപ്പുവിൻ്റെ തല്ലിൽ ചുണ്ട് ചേർത്ത് കിടന്നുകൊണ്ട് കാശി പറഞ്ഞു. ശരിയാണ് കാശിയേട്ടാ, എന്നോടുള്ള ദേഷ്യം ആ വിനീതയുമായിട്ടുള്ള അതിര് കവിഞ്ഞ അടുപ്പം ഉൾപ്പെടെ അമ്മായി കാണിച്ചു കൊടുത്ത വഴിയിലൂടെയായിരുന്നു നിശ്ചയിച്ചിയുടെ യാത്ര. ഇതിപ്പോൾ ഇവരെല്ലാം കൂടെ അവിടെ പോയി നിന്നിട്ട് ആ ചെറുക്കൻ്റെ ജീവിതം കൂടെ തുലയ്ക്കുമെന്നാണ് തോന്നുന്നത്, കാശി വിഷമത്തോടെ പറഞ്ഞു. കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ കാശിയേട്ടാ? അപ്പു തെല്ലൊരു മടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ അമൽ പറയുമായിരുന്നു, കാശി ആലോചനയോടെ പറഞ്ഞു. പുറമേ നോക്കുന്നവർക്ക് അറിയാനുള്ളത് ആയിട്ടുണ്ടാവില്ലായിരിക്കും. ഇനിയും ഒരു അപ്പ കൂടെ ഉണ്ടാവുമായിരിക്കും അല്ലേ കാശിയേട്ടാ? അമ്മായിമാർ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, അമ്മാവന്മാർ കാണാത്തതുപോലെ മാറ്റി നിർത്തിയിട്ടുണ്ട്.
കാശിയേട്ടനുൾപ്പെടെ നമ്മുടെ കുടുംബത്തിലെ പിള്ളേർ സെറ്റ് ആരും എന്നോട് കൂട്ടുകൂടിയിട്ടില്ല. ഇതൊക്കെ ആയാലും അപ്പൂപ്പനും അമ്മമ്മയും എന്നെ കുറ്റം പറയുകയോ ഒരിടത്തും മാറ്റി നിർത്തുകയോ ചെയ്തില്ല. ആരെങ്കിലും ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൾ, വൈദുവിൻ്റെ മകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മിച്ചേച്ചി പ്രസവിക്കുന്ന ആ കുഞ്ഞിന് ആ ഒരു നുറുങ്ങു ഭാഗ്യം പോലും ഉണ്ടാവില്ല കാശിയേട്ടാ. അപ്പു കഴിഞ്ഞുപോയ വർഷങ്ങളുടെ ഓർമ്മയിൽ വേദനയോടെ പറഞ്ഞു. അപ്പു, ഞാൻ മനഃപൂർവ്വം നിന്നെ മാറ്റി നിർത്തിയിരുന്നു എന്നാണോ ഇപ്പോഴും നീ വിശ്വസിക്കുന്നത്? അവളുടെ ആ സംസാരത്തിൽ കാശിക്ക് സങ്കടം തോന്നി. മനഃപൂർവ്വം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് എന്നെ ജീവനായി കൊണ്ടു നടക്കുന്ന കാശിയേട്ടനെ പേടിച്ച് ഞാൻ കഴിഞ്ഞിരുന്നു. എന്തിനെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കാശിയേട്ടൻ എന്നോട് കാണിച്ച അടുപ്പം മുമ്പ് കാണിച്ചിരുന്നുവെങ്കിൽ ഞാൻ കുറെ കൂടെ ഈ ആളോട് അടുക്കില്ലായിരുന്നോ? എനിക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നില്ലായിരുന്നോ? അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരാൾക്ക് എന്നെ ജീവനാണെന്ന് എന്ന് എനിക്കറിയാട്ടോ. അപ്പു അവൻ്റെ നെഞ്ചിൽ ചെറുങ്ങനെ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. ആ കുഞ്ഞ് ജനിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് അല്ലേ അപ്പു? കാശി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോ എന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ കാശിയേട്ടാ? കാശി ചോദിച്ചതിന് മറുപടിയായി അല്പനേരം കഴിഞ്ഞ ശേഷം അപ്പു മെല്ലെ പറഞ്ഞു. അന്വേഷിച്ചിട്ട് എന്തിനാ അപ്പു? മിക്കവാറും അബോർഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ചെറിയമ്മ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ മിച്ചുവിനെ അനുവദിക്കില്ല അപ്പു, ഉറപ്പാണ്. നീ അതൊക്കെ വിട്. ഇന്ന് പെട്ടെന്ന് അമൽ അങ്ങനെ പറഞ്ഞപ്പോൾ എവിടെയോ ഒരു നോവ് തോന്നി. അല്ലാതെ അവരാരും നമുക്ക് നല്ലതൊന്നും ചെയ്തിട്ടില്ല അവരെ ഓർത്ത് വേദനിക്കാൻ. പറഞ്ഞിട്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കാശി. അപ്പവും പിന്നെ ഒന്നും മിണ്ടാതെ, എന്നാൽ എന്തൊക്കെയോ ചിന്തകളോടെ അവൻ്റെ നെഞ്ചോരം മുഖം പൂഴ്ത്തി കിടന്നു.